നമ്മൾ ഇനിയൊന്ന് വടക്കോട്ട് പോവാണ്. മലപ്പുറം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലും നഗരത്തിലും തുടരുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കും റോഡ് തകർന്നു കിടക്കുന്നതിലും പൊറുതിമുട്ടി ഒടുവിൽ വ്യാപാരികൾ പ്രതിഷേധ ധർണയിലേക്ക് കടന്നു. അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും ഒരു പരിഹാരവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധം. അങ്ങാടിപ്പുറത്ത് നിന്ന് മുബഷിർ അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാലങ്ങളായി പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം മേഖലയിൽ നേരിടുന്ന ഗതാഗത കുരുക്കിൽ യാത്രക്കാരോടൊപ്പം തന്നെ ഏറ്റവും അധികം പ്രയാസത്തിലാകുന്ന ഒരു വിഭാഗം കൂടിയാണ് വ്യാപാരികൾ. അവരെ സംബന്ധിച്ച് അവരുടെ കച്ചവട സ്ഥാപനങ്ങളിലെ വ്യാപാരത്തെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. തുടർച്ചയായി പരാതി നൽകിയിട്ടും പരിഹാരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നിരവധി സംഘടിപ്പിച്ചതാണ്. പരിഗണിക്കപ്പെടുന്നില്ല, അവഗണന തുടരുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് അവർ പരസ്യമായുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. പെരിന്തൽമണ്ണ മങ്കട നിയോജക മണ്ഡലങ്ങളിലെ വ്യാപാരികൾ സംയുക്തമായി ചേർന്നാണ് ഇന്നിവിടെ ഒരു ധർണയും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചത്. ഗതികെട്ടാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് വ്യാപാരികൾ കടന്നത്. തീർച്ചയായിട്ടും മറ്റൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ്. വർഷങ്ങളായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 10 വർഷത്തിൽ കൂടുതലായി ഈ ഒരു ട്രാഫിക്കുമായി ബന്ധപ്പെട്ട വാഹന യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. കഷ്ടപ്പാട് കാണണ്ടേ ഇവിടെ നേതാക്കൾ ഒരുപക്ഷെ മന്ത്രിമാർ MLA-മാരൊക്കെ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമില്ലേ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. യാത്രക്കാർ പോകുന്നില്ല. ഈ പെരിന്തൽമണ്ണയിൽ വലിയ ഒരു ഹോസ്പിറ്റൽ സിറ്റിയല്ലേ, ആളുകൾ എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിപ്പോകുന്ന. പക്ഷെ ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ ഒരു രോഗിയുമായി അങ്ങോട്ട് പോകാനുള്ള ധൈര്യം ആർക്കപ്പെടുണ്ടാവുക? സ്ത്രീകളൊക്കെ വണ്ടിയിൽ നിന്ന് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ബദൽ പ്രപ്പോസലൊക്കെ ഇവിടുത്തെ അധികാരികൾക്ക് മുമ്പിൽ ഞങ്ങൾ വെച്ചതാണ്. അതിൻ്റെ തീരെ ഒരു പരിഗണന ഞങ്ങൾ കാണാതിരിക്കുന്നു. ഇപ്പോൾ പല നവകേരള യാത്ര ഉൾപ്പെടെയുള്ള സമയങ്ങളിലൊക്കെ ഈ 2 നിയോജക മണ്ഡലം കമ്മിറ്റികൾ നിവേദനം നൽകിക്കൊണ്ടും വകുപ്പ് മന്ത്രിമാരെ കണ്ടുകൊണ്ടും ഉദ്യോഗസ്ഥരെ കണ്ടുകൊണ്ടൊക്കെ നിരവധി തവണ അതിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അതിന് വേണ്ട രീതിയിൽ ഒരു മുഖവിലക്കെടുക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രക്ഷോഭം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശാശ്വതമായ പരിഹാരം ഓരാടമ്പാനം മാനത്തമംഗലം ബൈപ്പാസാണ്. അത് യാഥാർത്ഥ്യമാക്കുകയാണ് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത്. അതോടൊപ്പം ഞങ്ങളുടെ ഇവിടെ ഇതിന് പരിഹാരമായി ശ്വാസത പരിഹാരം അല്ലെങ്കിലും താൽക്കാലിക പരിഹാരമായിട്ട് ഒരു അണ്ടർ പാസ് റെയിൽവേ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. 3 കോടി 50 ലക്ഷമാണ് അതിന് റെയിൽവേ ബജറ്റിൽ അവർക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്, റെയിൽവേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. അതിലേക്ക് 1.5 ലക്ഷം രൂപ അങ്ങാടിപ്പുറം പഞ്ചായത്ത് 50 ലക്ഷം രൂപ ഈ അങ്ങാടിപ്പുറം പഞ്ചായത്ത് നീക്കിവെച്ചു. MLA ഫണ്ടിൽ നിന്ന് 1 കോടിയും നീക്കിവെച്ചു. ശേഷിക്കുന്ന 2 കോടിയുടെ സ്വരൂപിക്കാൻ കഴിയാത്തത് കൊണ്ട്, അടക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ആ അണ്ടർപാസ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തത്. രാഷ്ട്രീയ പാർട്ടികൾ കുറ്റം പറയുകയാണ്. കാരണം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വലതുപക്ഷം പറയും UDF LDF എന്ന്. ഇപ്പോൾ അവിടെ 140 MLA-മാരും അതുപോലെ തന്നെ 20 MP-മാരും ഈ റൂട്ടിൽ കൂടെ സഞ്ചരിക്കുന്നവരാ. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അതേ സമയത്ത് ഇതിനൊരു പരിഹാരം ഇനിയിപ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വലതുപക്ഷം കുറ്റം പറയും, വലതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷം കുറ്റം പറയും. ഒരു പരിഹാരം ഇതിനില്ലെങ്കിൽ ഈ വ്യാപാരി വ്യവസായി എന്ന് പറയുന്ന സംഘടന 12 ലക്ഷത്തോളം മെമ്പർമാരിലാണ്. ഇത് ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നവും വ്യാപാരി സമൂഹം ഈ അങ്ങാടിപ്പുറയിൽ ഉണ്ടാക്കും. ഇവർ മുന്നോട്ട് വെച്ചുള്ള ബദൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് വ്യാപാരികളുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് നജീബിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.